ഇതിൽ ഞാൻ റിൻഡോ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ ആകുമ്പോൾ ഞങ്ങള് മലബാറിന്റെ ഒരു പ്രത്യേകത തന്നെ പറയാം. ശരിക്കും ഭാഷ ഭയങ്കര മാറ്റമാണല്ലോ. പലപ്പോഴും ഞാൻ ഈ അച്ചാന്ന് വിളിക്കുന്നത് വാപ്പാന്നൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഷോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ആയിപ്പോയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ജോബൻ ചേട്ടന്റെ പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മളിലൂടെ വരാൻ നമുക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും അല്ലേ? ജോബിന്റെ അതിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റീൽസ് ഇങ്ങനെ ഇടും. ബാബർഷ തമ്മിൽ കൂട്ടുകാരനുണ്ട്. ഇവർ രണ്ടുപേരുള്ള റീൽസുകൾ ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ ഇതില് ഫസ്റ്റ് എല്ലാവരും റീലും ചെയ്യും. മമ്മൂക്കാന്റെ ലാലട്ടനെ എല്ലാം ചെയ്യും. ഇവന് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഇവന് സംഗീത പാട്ടുമായിട്ട് ബന്ധമുണ്ടോ എനിക്ക് അറിയില്ല. ലാലട്ടനെ പറ്റി പറയണ തന്നെ മറ്റേ ചിത്രം എന്ന പടത്തില് സ്വാമി ആ കീർത്തനം ഫേസ് ടു ഫേസ് ഒറ്റ ടേക്കാണ് ലാലട്ടന്റെ ചെയ്തെന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു മാജിക്കൽ കഴിവുള്ള മനുഷ്യനാണ്. ഒറ്റ ടേക്കിൽ കയ്യടി കിട്ടി തിയേറ്ററിൽ. എന്താ പാട്ടമുണ്ടാത്ത ഒരാൾ ഈ കീർത്തനങ്ങൾ പറഞ്ഞു സാപാസ ഈ സാധനം ചെയ്യുമ്പോൾ അത്ഭുതം തന്നെ. ഈ സാധനം അങ്ങനെ തന്നെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് വേറൊരു മനുഷ്യൻ ചെയ്തിട്ടില്ല ഈ ആ ഒരു സീക്വൻസ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ ജോബൻ? ഇല്ല. അതാണ് ലാലട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയില്ല. ലാലട്ടിനെ പറ്റി പറയുന്നത് അങ്ങനെ തന്നെ. അതിൽ ഞാൻ കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ ഇപ്പൊ പറഞ്ഞപ്പോ പോലും മനസ്സിലാവണ്ട, ആ ഫീല് കിട്ടുന്നുണ്ട്. വല്ലാതെ വിഷമിച്ച് ആ ഒരു ഫീലോട് കൂടിയാ പറഞ്ഞത്. ആ ഒരു ഇടറുന്നുണ്ടായിരുന്നു സൗണ്ടൊക്കെ ശരിക്കും. പിന്നെ സാർ ആദ്യം പറഞ്ഞത് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ആത്മബന്ധമുള്ള ആൾക്കാരാണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് സിനിമ പ്രാന്തർ എന്നാണ്. പരസ്പരം ഭ്രാന്തന്മാർന്നാ വിളിക്കുന്നത്. പിന്നെ വെച്ചാല് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഇപ്പൊ ഇറങ്ങിയതൊക്കെ ആയാലും ഒന്നിലധികം തവണ എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയി കാണലുണ്ട്. കഥ മനസ്സിലാക്കാൻ, പിന്നെ ചിലപ്പോൾ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കാൻ, ആംഗിൾ എങ്ങനെ വെക്കുന്നത്, ഡയറക്ഷൻ മൈൻഡ് എല്ലാം ഇങ്ങനെ പ്രാന്തായതുകൊണ്ട് രണ്ടുപേരും ആദ്യത്തെ പടത്തിന്റെ കഥയിലേക്ക് പോവുകയേ ചെയ്യില്ല. അത് ഷോട്ട് എങ്ങനെ വെച്ച് സത്യം. പിന്നെ 2-3 തവണ എന്തായാലും സിനിമ കാണാൻ പോയിട്ടുണ്ട്, ഓരോ ഇറങ്ങുന്ന എല്ലാ സിനിമകളും. ഈ സിനിമയുടെ ഒരു ഭാഗം ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും അസീബ് ആണ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഈ സിനിമയിലേക്ക്. ഇങ്ങനെ ഒരു സിനിമ ഞാനും അസീബും പരിചയമുള്ളത് തന്നെ നമ്മൾ കോമഡി ഉത്സവത്തിൽ അഭിലാഷും ഒക്കെ കൂടെ ഞങ്ങൾ കോമഡി ഉത്സവത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടാണ്. ഞങ്ങളൊരു ഫാമിലിയുമായിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തായാലും അസീബിനും തിരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എല്ലാവരും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഒരുപാട് ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പോയതാണ്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ ഒരു അവസരങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ഞാനൊരു ഓഡീഷന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഒരു FB പോസ്റ്റ് കണ്ടിട്ട് അതിൽ എന്റെ ഫോട്ടോ ഇട്ടപ്പോൾ അവർ സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ട്രെയിന് കയറി ഇവിടെ വന്ന് ഇവിടെ ഇറങ്ങി ഹോട്ടലിൽ എത്തിയപ്പോൾ അത് ഹോട്ടലിൽ കൗണ്ടറിൽ അവിടെ കയറിയപ്പോൾ തന്നെ അതിന്റെ ആള് വന്ന് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാല് നായികയുടെ അനിയനായിട്ട് ഒരു നെഗറ്റീവ് റോൾ ഉണ്ട്, അതല്ലാണ്ട് ഒരു വില്ലൻ റോൾ ഉണ്ട്. അതിന് ഒന്നിന് 3 ലക്ഷം രൂപയും ഒന്നിന് 4 ലക്ഷം രൂപയും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിത് ഒരു ഫോൺ കോളും കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് യാത്രയ്ക്ക് ഒഴിവാക്കാമായിരുന്നു പറഞ്ഞിട്ട് അതേ ട്രെയിനിൽ തിരിച്ചു പോകുന്ന ആളാണ്. കാരണം നമുക്ക് അങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ ഒരു അവസരത്തിന് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വന്നിട്ടില്ല. അതിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അസീബ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ബഡ്ജറ്റാണ്, അപ്പൊ നമുക്കൊരു ക്യാരക്ടറിന്റെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാള് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു 100% ഞാൻ ചെയ്യാം, എന്താ കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ അസീബ് ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു, റോള് ഇങ്ങനെയാണ്, സംഭവങ്ങൾ ഡയലോഗ്സ് ഒക്കെ അയച്ചു തരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ ക്രൂസിനൊക്കെ പരിചയപ്പെടുന്നത്. എല്ലാവരും ഫ്രഷേഴ്സ് തന്നെയാണ്, നമ്മൾ അവിടുന്നാണ് പരിചയപ്പെടുന്നത്. ചെറിയനായാലും എല്ലാ വൈബും എല്ലാവരും നമ്മൾ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്, നായകനെ ഉൾപ്പെടെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയൊരു ക്യാരക്ടറും പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യൻ ക്യാരക്ടറാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിൽ നല്ല ഡയലോഗും കാര്യങ്ങളും പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മളൊരു എന്താ പറയുക ആക്ടർ ആകുമ്പോൾ ഏറ്റവും നമ്മൾ പേഴ്സണൽ അഭിപ്രായം അങ്ങനെയാണ്. അപ്പൊ അത് സിനിമയിൽ എത്രത്തോളം വന്നു അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് ഡയറക്ടറും കാണുന്ന ആൾക്കാരുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. അതിന് ഞാൻ ജെറിനോടും അതുപോലെ അസീബിനോട് ഞാൻ നന്ദി പറയാണ്. നമ്മുടെ സിനിമയിലേക്കുള്ള ഒരു ആഗ്രഹം സാധിച്ചത് ഇതുപോലെ ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഇന്റർവ്യൂല് നമ്മുടെ ക്യാരക്ടറും ആൾക്കാരുടെ അഭിനയം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് മനസ്സിൽ നടന്ന ഈ മൂവ്മെന്റിൽ എത്തുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ 1.5 ലക്ഷത്തിന്റെ സിനിമ നിങ്ങളെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് തിയേറ്ററിൽ പോയി കണ്ട് നമ്മളെ പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജെറിൻ സാർ എന്റെ അടുത്ത് പറഞ്ഞു
നമ്മൾ വിനായകന്റെ പോലെയുള്ള ഒരു ഒരു ഔട്ട്ലുക്ക് ഉള്ള ഒരു ക്യാരക്ടർ നമുക്ക് രാജൻ എന്ന കഥാപാത്രം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ സിനിമ? എന്തിനാ വിനായകനെ പോലെ ആക്കുന്ന വിനായകനെ തന്നെ തരാൻ അങ്ങനെയാണ് ഞാൻ വേഗം വാർത്തെടുത്ത മറ്റൊരു വിനായകൻ. ഫോട്ടോ ഇട്ടു. പിന്നെ പുള്ളിയെ നേരിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് എക്സാക്ട്ലി. കാരണം ആ ഒരു ആക്ടിങ് മൊമെന്റ്സ് ഒക്കെ എന്റെ മനസ്സിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടും ഇദ്ദേഹം കറക്റ്റ് ആണ് 100%. അത് മാത്രമല്ല അന്ന് നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതുവരെ പുള്ളി ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാരും എന്താ പറയാ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. കാരണം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അവിടെ പാവം മാറി നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പുള്ളി ജസ്റ്റ് സെക്കൻഡ് എന്താ പറയാ എല്ലാരും ഇങ്ങനെ കണ്ണു മുന്നിൽ തെറ്റാതെ നോക്കിയിട്ട് ജസ്റ്റ് സെക്കൻഡിനുള്ളിലാണ് ആ ക്യാരക്ടർ ആയിട്ട് ഞാൻ correct അത് ശരിക്കും ഈ മൂവി കാണുമ്പോ അറിയാം. ഞാൻ പറഞ്ഞല്ലോ ആ റിയാക്ഷൻ വളരെ പെർഫെക്റ്റ്ലി മോഡുലേഷനിലാണ്. നമുക്കേ ഫീൽ ആയി പോകും ആക്ച്വലി പുള്ളിക്കാരനാണ് രാജൻ. ആ ടോർച്ച് അടിച്ച് പോകുന്ന ഒരു പോക്കുണ്ട്. അത് അദ്ദേഹം കൊടുത്തുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. അതൊന്നും ശരിക്കും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്. പറയുമ്പോ ഓക്കെ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ജസ്റ്റ് സെക്കൻഡിനുള്ളിൽ ഒരു ക്യാരക്ടർ ദൈവികത ആ ഒരു അനുഗ്രഹമാണോ? എൻ്റെ പേര് ഷാനിൽ ബാബു. ഷാനിൽ എന്നാണ് പേര്. ബാബു എന്ന് വലിയ സ്നേഹം കൊണ്ട് വിളിക്കും. വേറെ സ്നേഹം കൊണ്ട് പേരുണ്ടാ പറയുന്നോടാ അപ്പം പറയണം, മാറ്റിക്കണ്ട. പണ്ടത്തെ ഒരു കഥ പറയാണ്. ഞാനും അസികായ അയൽവാസിയല്ലേ, എത്ര കൊല്ലം ബന്ധമുണ്ട് നമ്മള് അല്ലേ? അപ്പോ അക്കാലത്തെ ഒരു സിനിമ കണ്ടാല് അതിലെ നടൻ ഞാനാന്ന് ചിന്തിച്ച കുട്ടി ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും മോഹം അതിന് സിനിമ കയറാൻ വേണ്ടിട്ട്. അങ്ങനെ അതെ മുപ്പരോട് ചോദിച്ചിട്ടുണ്ട് എന്താ മോനെ. അപ്പൊ അക്കാലത്ത് ഒരു സ്റ്റോറി നമ്മളിൽ ഉണ്ടായിരുന്നു. ആ സ്റ്റോറി ആയിട്ട് ഞാൻ അസിക എറണാകുളത്തേക്ക് വന്നു. 8 വർഷം ചെയ്യാം. അപ്പോൾ ഒരു പൈസ ഇല്ല. പണിക്ക് പോയി നായാക്കി പോലെ പണിക്ക് പോയിട്ട് എറണാകുളത്തേക്ക് വണ്ടി കയറി ചെയ്യാം. ഉള്ള പറയാ ടോപ്പടായിട്ട് പറയാന്ന്. അതെ. അപ്പോൾ അന്ന് ഒരു സാമ്പത്തികവും ഇല്ല. ഞാനും പണിക്കൂ, അസികാവ് പണിക്കൂ. അപ്പം എനിക്ക് ആ പൈസ എടുത്തിച്ച് എറണാകുളത്തേക്ക് വണ്ടി കയറി. റൂം എടുക്കാനും കൂടി സത്യം പറഞ്ഞാൽ പൈസ ഇല്ല. അന്ന് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുറേ കടന്നു. കൊതുകിൻ്റെ കടി അങ്ങോട്ടേക്കും പിറകം അടിക്കുക. മൂപ്പരെന്നെ അടിക്കും, ഞാൻ മൂപ്പരടിക്കും. സംഭവം കൊതുകിനാണ് അടിക്കുന്നത്, കൊള്ളുന്നത് ഞങ്ങൾക്കും. പിന്നെ അങ്ങനെയാണ് ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഷോർട്ട് ഫിലിം വന്ന്. ഷോർട്ട് ഫിലിം വന്ന ശേഷമാണ് ഈ മുത്തിനെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ സാറെ പരിചയപ്പെട്ട്. അപ്പോൾ പൂനൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ നാടാണ്. അവിടെ വന്ന് പരിചയപ്പെട്ട് പിന്നെ ഞങ്ങളെ സർക്കുലറിൽ അതേമാതിരി ഒരു മൂവി ചെയ്യാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളും എല്ലാം ആയിട്ട് നടക്കുക. ഞങ്ങളാണ് ഭ്രാന്തന്മാർ, കഞ്ചാവ് വലിച്ച ഭ്രാന്തായിട്ട് നടക്കുക, സിനിമാ മോഹന്നായിട്ട് അല്ല പറയാ, അത്രേ രീതിയിൽ നടക്കുക. അപ്പോ അങ്ങനെ അടവ് കൊടുക്കേണ്ടി വരില്ലേ, ഒരു മുൻഭ്രാന്തം കൂടി എത്തി. അങ്ങനെയാണ് ഞങ്ങളൊരു ഫസലിന്റെ ഷോപ്പുണ്ട്. ആ ഷോപ്പിന്റെ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഒരു സിനിമ ഇറക്കണം, ഷോർട്ട് ഫിലിമാണ് വിചാരിച്ചത്. അപ്പോൾ അതൊരു സിനിമയിലേക്ക് കടന്നു. ഞങ്ങൾ ആഗ്രഹം മൂത്ത് അന്ന് കൈയടച്ച് കുറച്ച് ഗ്രൂപ്പ് സിനിമാ ഭ്രാന്തൻ നടന്ന് ഒരു ഗ്രൂപ്പും ഉണ്ടാക്കി. അന്ന് തുടങ്ങിയ ബന്ധത്തിൽ ഇതാ 2 വർഷമായി ഇപ്പം വരുന്നത്. എന്താ പറയാ വാക്കുകൾ കിട്ടില്ല. അത്രക്ക് സിനിമ മോഹമായിട്ട് എവിടെ എത്തായിട്ടും. എന്റെ കല്യാണം വരെ വെള്ളടിക്കുന്ന അഭിനയിക്കാൻ കട്ടൻ ചായ നിർപ്പിച്ചിട്ട് മുമ്പിലാക്കിയിട്ട് നോമ്പിന് ജസ്റ്റ് കവട് കൊണ്ട് ഞങ്ങൾക്ക് ആക്ഷൻ പറയും ഇത് ഇതാക്കിയിട്ട് കുടിക്കുന്ന പോലെ എക്സ്പ്രഷൻ ഇട്ട് ലാസ്റ്റ് കട്ട് പറയുമ്പോൾ തുപ്പിക്കളഞ്ഞു. ഇതാണ് സത്യം. ഇതിന്റെ പേരിൽ വന്ന പെണ്ണാലോചന തെറ്റിപ്പോയി. മിഠായി കൊടുത്ത് വന്നതാ, പെണ്ണിന്റെ വീട്ടിൽ മിഠായി കൊടുത്തു വന്നു. അപ്പൊ ആ പെണ്ണിന്റെ പിന്നെ പാപ്പ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്റെ ഹസീപൂനറിന്റെ ചാനലാണ് അതെന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. ഇത് പുയ്യാപ്പിളെ നിങ്ങളാണോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ? അതെ, എന്നാലും ഞങ്ങൾക്കൊന്ന് ആലോചിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇഷ്ടംപോലെ കുത്തിന് ആലോചിച്ചോളി, ഞാനൊന്ന് ആലോചിക്കത് വേണോ വേണ്ടേ. അങ്ങനെ ഒരു മാസ് കാണിച്ചിട്ട് പുയ്യാപ്പിളാണ്. അങ്ങനല്ല, ഒരു ആരെങ്കിലും ചോദിക്കുമ്പോ ഇപ്പൊ സിനിമന്റെ പരിപാടിയൊന്നും ഇല്ലാതെ പറഞ്ഞാൽ മതി. അല്ലെ അന്ന് സിനിമന്റെ അങ്ങനെ എത്തുമെന്ന് വിചാരിച്ചല്ലോ.
ഞാൻ പറയാൻ പറ്റൂല. കാരണം ബുദ്ധി ഉറച്ച കാലം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി. അതാണ് അങ്ങനെ അത് ഒഴിവായത്. പക്ഷെ അപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞോണ്ടോ, എന്തെങ്കിലും നമ്മൾ ഒരാളെ മുമ്പ് പോയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഈ കഥ പറയും, ആ ദിവസമാണ്. പിന്നെ അത് പറഞ്ഞപ്പോ പറയേണ്ട ഒരു കാര്യം, അതൊക്കെ നല്ലതിന് എന്തൊരു കാര്യം സംഭവിക്കുന്നത് നല്ലതിനാണെന്നുള്ളതും കൂടിയാണ്. ഈ നമ്മളെ ഷൂട്ടിലൊക്കെ എന്റെ കാറൊക്കെ കുറെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാർ ഇപ്പൊ ഇല്ല, ആ ഇടിച്ച് പൊളിച്ച് ഫാമിലി ആയിട്ട് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ ഇത്രയും ഒരു 1.5 വർഷത്തിനടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് ഈ കഥയിൽ മാറ്റം വന്ന കാര്യം നായകൻ മരിക്കേണ്ട സ്ഥിതി വരികയായിരുന്നു. അതായത് ഇപ്പൊ നല്ലൊരു പെണ്ണിനെ കിട്ടി. അവിടേക്കാണ് ഞാൻ വരുന്നത്. ആ പെണ്ണ് ഇവനോട് ഇപ്പൊ പറയല്, നിങ്ങൾ അടുത്ത പടം എന്നാ ചെയ്യുന്നത്, അടുത്ത പടം എന്നാ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യുക. എത്ര സീനുണ്ട്, വേറെ വല്ലതും വേണോ? ഒന്നിക്കല്ല, ഞാൻ നസീബാക്ക് നമ്മുടെ ടീസർ ലോഞ്ചിങ്ങിന് പോകുമ്പോ ഉമ്മനോട് ഞാൻ പറഞ്ഞു, ഉമ്മ നമ്മളൊക്കെ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷെ പല ഈ കുടുംബത്തിലാണ് പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നാലും ശരിയാവോ എന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച ഉമ്മ തന്നെ സത്യം പറഞ്ഞ സങ്കടം അതിട്ട് പറയപ്പെട്ടോ. ഇറങ്ങിപ്പോയി മമ്മൂട്ടി ചെയ്യുക ഉമ്മ പറയുന്ന ആദ്യം തന്നെ കേട്ടോ. ഭയങ്കര അസീബാക്ക് ശരിക്കും അത് ഫീൽ ചെയ്ത്. കാരണം അസീബാക്ക് അത്രയും നല്ല സപ്പോർട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടാത്തൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ ഉപ്പയുമ്മയ്ക്കാന്ന് പരിപാടിക്ക് വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ നിർത്തുന്ന ഒരിക്കലും വിചാരിച്ചാലോ മുമ്പോട്ട് ഇതേ എനർജി അല്ലെ ഇതിലും ബെറ്റർ ആയിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കാണുന്ന ആൾക്കാരെ ഞങ്ങളെ കൂടെ നിന്നാൽ മതി. ഞങ്ങളെ നല്ല ഞങ്ങളെപ്പോലെ ഇനി വരുന്ന എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഞാൻ വിജയമാക്കി എടുത്ത എല്ലാ പരിപാടികളും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിൽന. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ പ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രാന്തിയാണ് ഞാനും. മൂവിയിലൊരു പാട്ടും കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഹസീബ് ഖാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു ഫിലിമിൽ പാട്ട് പാടണം എന്നുള്ളത്. അപ്പം മുമ്പേ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടായിരുന്നു ചെറുതിലെ. അതായത് ഞാനൊരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാമിനൊക്കെ പോകുന്ന ഒരാളാണ്. അത്രയും കാലം പാടി നടന്നിട്ടും എന്താ പറയേണ്ടത്, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഒന്നും നടക്കാതെ പോയ ഒരാളാണ് ഞാൻ. ഇതിനകത്തേക്ക് ഒരു പാട്ട് പാടാനുള്ള ഒരു ചാൻസും കിട്ടി. അതേപോലെ തന്നെ അത്രയും എന്താ പറയേണ്ടത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് എത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. രാത്രി നൈറ്റ് ഷൂട്ട് പീറ്റർ സാറിനോട് പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയാന്ന് വിചാരിച്ചാ, ഈ മോട്ടറിന്റെ വലിക്കുന്ന ആ ഒരു നോമ്പുണ്ടല്ലോ, അത് പൊട്ടി കയറ് പൊട്ടി ഫുൾ ഇരുട്ടായി. ഞങ്ങൾക്ക് ഫുൾ ലൈറ്റപ്പ് എന്തെങ്കിലേ സാധിക്കുള്ളൂ. അപ്പൊ ഇത് കാണികളായിട്ടാ ഈ കള്ളശാസ്ത്രത്തിൽ കിട്ടണം ഇനി ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നെ പരിചയമുള്ള ആൾക്കാർ എന്താ പ്രശ്നം ഒന്നുമില്ല, അത് പൊട്ടി ഇനിയിപ്പോ പെട്രോൾ ഒരു 5 ലിറ്റർ വാങ്ങിക്കൊണ്ട് വരണം. അതിന് കന്നാസില്ല, കന്നാസാണ് ഞാനുണ്ട്. പിന്നെ പെട്രോൾ 500 രൂപ വെച്ചോ, പിന്നെ മുഴുവനും ഇത് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 50 രൂപ സെപ്പറേറ്റ് എടുത്ത് കൊടുത്ത് ഈ കന്നാസാണ് ഈ പുതുമേ പോയിട്ട് കന്നാസ് വാങ്ങിയിട്ട് പമ്പ് പോയിട്ട് അത് ഞാനായിട്ട് ഒന്നിനോട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ എന്താ ഉണ്ടല്ലോ അങ്ങനെ ഡീസലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഒരു 200 ഉണ്ട്. എന്താ ഞങ്ങൾ വാങ്ങിക്കൊണ്ടില്ല, ഒരു 200 എടുക്കാനുള്ള സജി. അപ്പോഴാണ് എന്താ സ്നേഹം മനസ്സിലായത്. ആ സ്നേഹത്തിന്റെ പുറകിലുള്ള അതെ ഇതാണ് കഴിക്കാൻ പോയി. എന്ത് റെലവൻസ് ആണ് ഈ പബ്ലിക്കിനെ ഈ മൂവി കൺവേ ചെയ്യുന്നത്? ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും റെലവെന്റ് ആയിട്ടുള്ള, ഇന്നും ഇന്നലെയും ഇനിയുള്ള കാലത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, അതിനെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. വളരെ സ്ലോ ഫേസിൽ സ്റ്റാർട്ട് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് എൻഡ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ഒരു വിസ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ഫാമിലി ഇടനിലക്കാരായിട്ട് നിൽക്കുന്നതും പിന്നീട് രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ ആ സമൂഹം ആ കുടുംബം സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഈ മൂവിയുടെ ഇതോട്ട്. നായകനാണ് ഇതിന്റെ മെയിൻ വിക്ടിം ആകുന്നത്. ഇതില് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂവി എമോഷൻ അല്ല, ഒരു ഫാമിലി ഡ്രാമ. ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറുകൾ എവിടെയോ നമ്മുടെ ഫിലിം ഫീൽഡിന് ഉള്ളിലല്ല, നമ്മുടെയൊക്കെ ചുറ്റിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള ഫീൽ കിട്ടുക. ഇതൊരിക്കലും ഒരു ആർട്ട് മൂവി അല്ല. ത്രൂ ഔട്ട് ലൈറ്റിംഗ് അടക്കം അതിന്റെ ഫോക്കസിങ്ങും എല്ലാ കാര്യങ്ങളും കളർ ഗ്രേഡിങ് അടക്കമുള്ള ഈവൻ തിയേറ്ററിലേക്കുള്ള ക്വാളിറ്റി അടക്കം ഡെലിവർ ചെയ്തുകൊണ്ട് ഒരു ടീം മുന്നോട്ട് വരികയാണ്.
അപ്പൊ ഒരിക്കലും ക്വാളിറ്റി നമ്മൾ കുറച്ചിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മൂവി തിയേറ്ററിൽ എത്തേണ്ട സെയിം ക്വാളിറ്റി ഇനിയും 5 വർഷത്തേക്ക് തിയേറ്ററിൽ എത്താനുള്ള അതേ സെയിം ക്വാളിറ്റി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ മൂവി ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതൊരു തികഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ഉള്ള ഒരു ഫാമിലി ഡ്രാമ സബ്ജക്റ്റിൽ വരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് സിനിമയെ സ്നേഹിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഈ മൂവിയുടെ സംഘടനം ചെയ്തിരിക്കുന്നത് സനൽ പ്രകാശാണ്, പുതുമുഖമാണ്. പിന്നെ നമ്മുടെ അസോസിയേറ്റ് DOP ബാസിം നേരോത്ത് എന്ന് പറഞ്ഞ പുതുമുഖമാണ്. പിന്നെ ഷാജിൻ ഹെലിക്യാം നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ മൂവിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വിഷ്വൽസ് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് നിഷാദ് കാത്തോടാണ്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വിഷ്ണു പ്രസാദ്, അതുപോലെ തന്നെ വിനീഷ് കോടഞ്ചേരി, പിന്നെ നിഹാൽ KP ഇവരാണ്. പിന്നെ ഈ ഒരു ടീമിനെ ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഈ മൂവി ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ട് ഞങ്ങളിപ്പം ഈ വേദിയിൽ നിൽക്കുന്നത്. ഭയങ്കര പുലിയാണ് കുടിക്കാണ്. കാരണം എന്താ വെച്ചാല് ഒരു ഷൂട്ടിന്റെ ക്യാഷിന്റെ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. പെർഫെക്റ്റ്ലി അതുപോലെ ചെയ്ത് മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം അതൊരു ഭയങ്കര എക്സ്ട്രാ ഉള്ളൊരു സ്കില്ലാണ്. എല്ലാവർക്കും അതൊന്നും പറ്റില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ പറയാൻ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്താ എല്ലാവരും ഓരോരോ കഴിവ് എക്സ്ട്രാ ഉള്ളൊരു കഴിവ്. ഇപ്പൊ പാട്ട് പാടുന്നവരുണ്ട്. അങ്ങനെ ഒരു ഫുള്ള് സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ്. അഭിനയിക്ക് മാത്രമല്ല, എഴുതും, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ വിധത്തിലും നമ്മൾ അതുപോലെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓരോന്നും പെർഫെക്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് കൂടി തോന്നിയാലേ നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഓക്കെ ആണല്ലോ, പക്ഷെ ഇദ്ദേഹത്തിന് തോന്നിയെങ്കിൽ മാത്രമേ അത് റിപ്പീറ്റ് ചെയ്യാതെ അത് കറക്റ്റ് ആക്കും. അത് ഈ പാട്ടിന്റെ ഇതിലാണ് 3 മ്യൂസിക് ഞാൻ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. ഞാൻ അതിന്റെ പേര് പണിഞ്ഞു വരെ ചെയ്തു. ഇനി ഞാൻ ഇല്ല, ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ, ഇതിന് കൂടുതൽ വിദ്യാഭ്യാസം എനിക്ക് മ്യൂസിക്കിൽ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്നെ ഒന്ന് ഇതാക്കി എൻകറേജ് ചെയ്തു. ആസിഫൊക്കെ അത് സാധിക്കും, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. ഞാൻ പറഞ്ഞേ ഈ പാട്ട് വേണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഒരു ഗണം നമുക്ക് ഒരു ഇത് തരണം, ഒരു എന്താ പറയാ, ഒരു റെഫറൻസ്, ഇന്ന പാട്ട് പോലെ വേണം നമുക്ക്. അപ്പൊ അദ്ദേഹം ഏതൊരു സിനിമയിൽ ഏതൊരു പാട്ട് പറഞ്ഞു ഇതുപോലെ അതേപോലെ ഒരു പാട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ആദ്യം പറഞ്ഞാൽ പോരെ, എന്നാ പിന്നെ എനിക്ക് ആ കുടുംബത്തെ തേടി പോവാല്ലോ. അങ്ങനെ ഉണ്ടായ പാട്ടാണ് ഇപ്പൊ ലാസ്റ്റ് കൺഫേം ആയത്. 3 റിജക്ട് ആയി ഇതിനു മുമ്പേ ചെയ്തത്. അപ്പൊ ദിൽനയുടെ സപ്പോർട്ടും ഇതിൽ ഈ പാട്ടിന് വളരെ മനോഹാരിതയിൽ നീക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു 4 വരി ഒന്ന് ആലപിക്കാം അല്ലേ? ഓക്കെ അല്ലേ? തീരം തേടും വാതിലുകളെ തരണ സ്വരജതിയായി ചേരും ആരാധികേ. തീരം തേടും വാർത്തിങ്കളെ നീന്നുയിരിൽ മൃദുല തരണ സ്വരജതിയായി ചേരും ആരാധികേ. കനവിനിതളുകൾ കവിത എഴുതുമീ നേരം ഇനിയും വരുമോ പൂന്തന്നലായി വാ ജീവനിൽ. തീരം തേടും വാർത്തിങ്കളെ നീന്നുയിരിൽ മൃദുല തരള സുരജതിയായി ചേരും ആരാധികേ. ഇപ്പോ എൻവഴി തൻവഴി എന്നുള്ള മൂവി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളത് ജെറിനോടാണ്. സംഭവം എന്താന്ന് വെച്ചാല് 12 വർഷം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടു, സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഞാൻ 2 വർഷം ഞാൻ കാണുകയാണ്, ഡെയിലി കാണാം. വർക്ക് ചെയ്തതിന് ശേഷം ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്താം. ആ കോഴ്സ് ഒക്കെ പഠിച്ച് അതിനു വേണ്ടി ഒരുപാട് നോക്കി, ഒരുപാട് സജഷൻസ് ഒക്കെ നോക്കി, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കി, പിന്നെ ഓരോന്നിന്റെ മോഡ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടാണ് ഓരോരുത്തരോട് ഡ്രസ്സിൻ്റെത് വേണം, ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ആവണം, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതെപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അന്വേഷണം എൻക്വയറി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും നല്ല മുടിയെല്ലാം ചെയ്ത് നല്ല എന്താ പറയാ താടിയൊക്കെ നന്നായിട്ടൊന്നും ആരും പോകില്ല.
പക്ഷെ നമ്മൾ ചോദിക്കാം എന്താ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളെ നീ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ ഒരു നന്നായിട്ട് ഒരുങ്ങിയ ഒരാളെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ആൻസർ ഇതാണ്, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പോകുമ്പോൾ ഒരിക്കലും ആരും എന്താ പറയാ മേക്കപ്പ് ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ അവർക്കുള്ളത്. അവര് നല്ല ഒരുങ്ങിപ്പോണ്ട ഒരു സാഹചര്യമല്ല. അപ്പൊ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊന്നും ഇതൊന്നും ചിന്തിക്കാത്ത പോലും ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നോട്ടീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഒരു മൈന്യൂട്ട് കാര്യങ്ങളും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. 2 മണി 3 മണി വരെ ഉറക്കില്ലാതെ എനിക്കാണ് ചില സമയം തോന്നിയിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞ് ഉറങ്ങണം നാളെ വർക്ക് ചെയ്യാനുള്ളതാ, എങ്കിൽ പോലും അത് നിർത്താറില്ല. പലതവണയും പറഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്ക് നാളെ ചെയ്യാം, പക്ഷെ പുള്ളി നിർത്തിയിട്ടേ ഇല്ല. കാരണം എനിക്കത് ഭയങ്കര, എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹാപ്പി മൂഡാണ്. എന്താണെന്ന് വെച്ചാല് അതിനു വേണ്ടിയിട്ട് ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 2 മണി 3 മണി 4 മണിക്ക് ഇപ്പം ആ സമയത്ത് ആര് വിളിച്ചാൽ പോലും അറിയായിരിക്കും, എനിക്കറിയായിരിക്കും ഓരോ ഡൗട്ട് അഭിലാഷേട്ടനൊക്കെ വിളിക്കുമ്പോൾ അറിയായിരിക്കും. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 12 വർഷം ഇതുപോലെ പലരുടെയും മുമ്പിൽ പോയി നിന്നിട്ടുണ്ട് പുള്ളി. അവിടെ നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ റിജക്ഷൻ ആണ് ഒരു എന്താ പറയാ സക്സസിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ പരിചയം ഉണ്ടല്ലോ. കല്യാണത്തിന് വന്നപ്പോ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പഴയ ചെറിയ ഓജസ്സും തേജസ്സും ചെറിയ നമുക്ക് കിട്ടുമെന്നുള്ളത്. കാരണം വീട്ടിലുള്ള ഭാര്യ എങ്ങനെയാണോ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വേറെ പീസാണല്ലോ, വേറെ അർത്ഥത്തിലെത്തില്ല കേട്ടോ. അല്ല സംഭവം എങ്ങനെയാണെന്നറിയോ, ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട എന്നോട് പറഞ്ഞു. ഇതേ ബ്രാൻഡിന് ആഴ്ചയിൽ പോയി ഷോക്ക് അടിപ്പിക്കുന്നവരോട് അത് പറഞ്ഞു സംഭവം. ഞാനിത് പറയണമെന്ന് വെച്ചിരുന്നാണ്. ടൈം നമുക്ക് ഇവിടെ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഞാനൊക്കെ ചിലപ്പോ ഇവിടെ സമയത്ത് നമുക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ടാവും. ആ സമയത്തും നമ്മള് ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ടായിരിക്കും വാട്സപ്പ് എടുത്ത് നോക്കുന്നത്. അപ്പോഴും ഉണ്ടാവും പുള്ളി ഓൺലൈനില്. അപ്പൊ തന്നെ ഞാൻ അതിനുള്ള മറുപടി കൊടുത്ത് കഴിയുമ്പോ തിരിച്ച് അപ്പൊ തന്നെ തരുന്നുണ്ട്. അപ്പൊ ഞാനപ്പോ ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ അത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെതായ ഒരു റിസൾട്ട് ഉണ്ടാവും. നമ്മള് എല്ലാവരും കൂടി എന്താ പറയാ, പല ആൾക്കാരും നിന്ന് രാത്രിയിലും ഷൂട്ടിങ് ചെയ്തിട്ടുള്ളതല്ലേ അല്ലെ. കുറെ വീട്ടുകാർക്ക് നമ്മൾ അതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് പുറത്തിറങ്ങി കാണുമ്പോൾ ഈ പറയുന്ന എന്റെ വീട്ടാണല്ലോ ചെയ്തത് അല്ലെ, ആ വീട്ടിലൊരു സീനുണ്ട്, അത് കാണാൻ ആഗ്രഹിക്കുന്നവർ കുറെ പേരുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഹാർഡ് വർക്കിന് എല്ലാത്തിനും നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ എന്താ പറയാ റിസൾട്ടും ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് ഒന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് നമ്മളല്ലല്ലോ ഇത് തിരിഞ്ഞ് ഇത് കാണുന്ന പ്രേക്ഷകരും കൂടി തീരുമാനിക്കണം. അവരുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മളുടെ അധ്വാനത്തിന് അതൊരു റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഈ എൻവഴി തൻവഴി എന്ന് പറഞ്ഞ മൂവിയുടെ റിലീസിങ് എന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇതിപ്പം തിയേറ്റർ റിലീസ് ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ സെൻസറിങ് പ്രോസസ്സ് അണ്ടർ ഗോയിങ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ടൈം ഡിലേ ഉണ്ട്, ചെറിയൊരു ടൈം ഡിലേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനിമൽ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആനിമൽസിന്റെ ഒരു 2-3 ഷോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സെൻസർ ബോർഡിന്റെ സെഷൻ വന്നത് ആനിമൽസിന്റെ ബോഡിന് സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വെയിറ്റിംഗ് ആണ്. ഓൾറെഡി നമ്മൾ സെൻസർ ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ തിയേറ്റർ ഇപ്പം പണ്ടത്തെ പോലെ നമുക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ നമ്മൾ സാറ്റലൈറ്റ് വഴിയാണ് റിലീസ് പോകുന്നത്. അപ്പോഴും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഈ തിയേറ്ററിലേക്ക് ഈ മൂവി ഈ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളും ഡിസ്ട്രിബ്യൂഷൻ വഴി പോകുമ്പോൾ അവർക്ക് ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ചിത്രം റിലീസ് ചെയ്യാൻ ചിലപ്പോൾ 10-15 ലക്ഷം വേണ്ടി വരും. പക്ഷെ ഇതിനെല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ലോ ബഡ്ജറ്റിൽ ഒരു സിനിമ റിലീസ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു റെവല്യൂഷണറി വർക്കായിരിക്കും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു എഫോർട്ടിന്. നിങ്ങളൊരു 1-2 ദിവസം ആ തിയേറ്ററുകൾക്ക് നൽകിയാൽ തന്നെ ഈ മൂവി സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ റേഞ്ചിലേക്ക് പോകും. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെ ലൈഫാണ്, ഓരോരുത്തരുടെയും ആക്ടിങ് മൊമെന്റുകൾ, ഒരു പുതിയ പ്രൊഡ്യൂസർ, ഒരു പുതിയ അസോസിയേറ്റ് മ്യൂസിക് ഡയറക്ടർ, പുതിയ ആക്ടേഴ്സ്, വെൽ നോൺ ആക്ടേഴ്സ് മൂവിയിലേക്ക് എൻട്രി ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന്റെ ഒരു വിജയം നമ്മളോടൊപ്പം ഉണ്ടാവുക. തീർച്ചയായിട്ടും.